ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബുക്ക് ക്യാച്ചർ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ സിലബസിനെ പറ്റിയിട്ടാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്, അറിയാം. ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ഇപ്പോൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാവും, അങ്ങനെ എന്താണ് നമുക്ക് ഇക്വലൻസി കിട്ടുമോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് ഈ പറഞ്ഞ പോലെ നമുക്കിവിടെ എറണാകുളത്തൊക്കെ എക്സാം സെൻറ്റർ ഉള്ള ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. അതിന് ഇക്വലൻസിക്കും കാര്യങ്ങൾക്കും ഒന്നും യാതൊരു ടെൻഷനും അതിനെപ്പറ്റി നിങ്ങൾ ആലോചിക്കേണ്ട. സോ അപ്പോൾ നമ്മൾ വിചാരിച്ചു അതിൻ്റെ സിലബസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന്. അപ്പോൾ UG PG പ്രോഗ്രാംസ് ആണ്. ഇപ്പോൾ നമ്മളുടെ കുട്ടികളെല്ലാവരും അഡ്മിഷൻ എടുത്തു. എല്ലാവർക്കും മെയിൽ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. വെരിഫിക്കേഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട്. കുറേ പേർക്ക് അറിയില്ല എന്താണ് വെരിഫിക്കേഷൻ ഉണ്ടോ, ഒരുപാട് കോൾസ് വരുന്നുണ്ടായിരുന്നു. പക്ഷേ എല്ലാവർക്കും സ്വയം ചെയ്യുന്നതിനോട് നമുക്ക് ആർക്കും യാതൊരു ബുദ്ധിമുട്ടില്ല. പക്ഷേ നമ്മൾ നമ്മൾ ഇപ്പോൾ വെരിഫിക്കേഷൻസിനൊക്കെ കൊണ്ടുപോകണമെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് അതിൻ്റേതായ ചിലവുകൾ വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങളെല്ലാവരും ഇൻറ്റിമേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊരു സർവീസ് ചാർജ് കാര്യങ്ങളൊക്കെ ഈടാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സൈറ്റിൽ കറക്റ്റ് പേയ്മെൻറ്റ്സ് എല്ലാം നിങ്ങൾക്ക് കാണാം. അത് വിട്ട് സർവീസ് ചാർജിൻ്റെ കാര്യം പറയുമ്പോൾ ആർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല എന്നറിയാം. പക്ഷെ നമുക്ക് നമ്മുടേതായിട്ടുള്ള പരിമിതികളുണ്ട്. ഒരാൾക്ക് വെരിഫിക്കേഷന് അവിടെ നമുക്ക് പൈസയൊക്കെ കൊടുക്കണം. പിന്നെ നമ്മുടെ എക്സ്പെൻസ് കാര്യങ്ങൾ, അഡ്മിഷൻ ചെയ്യണം, ഒരു ദിവസത്തെ പണിയാണ്, അറിയാം. അഡ്മിഷൻ ചെയ്തവർക്ക് അറിയാം. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും എല്ലാവരും മനസ്സിൽ വയ്ക്കുക. ഇനിയിപ്പോൾ അഡ്മിഷൻ എടുക്കുമ്പോൾ ഞാനീ പറഞ്ഞതൊന്ന് ഓർത്താൽ മതി. സോ നമുക്ക് ഇതിൽ സൈറ്റിൽ കറക്റ്റായിട്ട് സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ സിലബസും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത്, ബുക്സ് ഒക്കെ വീട്ടിലോട്ട് തന്നെ വരുള്ളൂ കേട്ടോ നിങ്ങളുടെ. അപ്പോൾ ഇനിയിപ്പോൾ അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബുക്കും ID കാർഡൊക്കെ കൂടിയിട്ട് വരും. ഓക്കെ. സോ അപ്പോൾ നമുക്ക് നോക്കാം. BBA BCom. BBAയിൽ BComലൊക്കെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയർ സബ്ജക്റ്റ് കോമൺ ആയിരിക്കും എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഉള്ള പോലെ. അതായത് ഡിസ്റ്റൻസ് ആയിട്ട് എല്ലാ യൂണിവേഴ്സിറ്റിയിലും ചെയ്യുന്ന ഒരു ഫോമാറ്റിലൊക്കെ തന്നെയാണ് കോഴ്സുകളും സബ്ജക്ട്സും എല്ലാം വന്നിട്ടുള്ളത്. ഇപ്പോൾ ഭാരതിയാറാണെങ്കിലും ഭാരതിദാസനാണെങ്കിലും എല്ലാം ആണെങ്കിൽ തന്നെ ഈ ഒരു സിലബസ് സബ്ജക്റ്റുകൾ തന്നെയാണ് ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ. ഇപ്പോൾ ഫസ്റ്റത്തെ ഇയർ BBAക്കും BComനും കോമൺ ആണ് പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെൻറ്റ്, ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, പിന്നെ വരുന്നത് ബിസിനസ് ലോ ഉണ്ട്, ബിസിനസ് ഇക്കണോമിക്സ് ഉണ്ട്. ഒരു ഇയർ 5 സബ്ജക്റ്റ് വരുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തത് BBA നോക്കാം. BBAയിൽ ഈ സൈഡിലുള്ളത് BBAയും ഇപ്പുറത്തെ സൈഡിലുള്ളത് BCom ആണ് കേട്ടോ. ഓക്കെ. ഇപ്പോൾ സെക്കൻഡ് ഇയർ BBAയിൽ വരുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ബിസിനസ് സ്റ്റേറ്റി, പിന്നെ ഓർഗനൈസേഷണൽ ബിഹേവിയർ, ബിസിനസ് എൻവയോൺമെൻറ്റ്, ബിസിനസ് എത്തിക്സ്. ഇതിലും കോമൺ സബ്ജക്ട്സ് ഉണ്ട്. ഇപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, സ്റ്റേറ്റി ഒക്കെ കോമൺ ആണ്. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, ബാങ്കിങ് തിയറി, ലോ ആൻഡ് പ്രാക്ടീസ്, ഇ-കൊമേഴ്സ് ഒക്കെയാണ് BComൽ വരുന്നതെന്നുള്ളൂ. പിന്നെ തേർഡ് ഇയർ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റും എലമെൻറ്റ്സ് ഓഫ് മാർക്കറ്റിങ്ങും, HR മാനേജ്മെൻറ്റ്, പ്രൊഡക്ഷൻ ആൻഡ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ്, അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ് ഡിസിഷൻസ് ആണ് BBAയിൽ വരുന്നത്. BComലും കോമൺ ആയിട്ട് ഇപ്പോൾ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റും എലമെൻറ്റ്സ് ഓഫ് മാർക്കറ്റിങ്ങും വരുന്നുണ്ട്. പിന്നെ അക്കൗണ്ടിങ് കുറച്ച് വ്യത്യാസമുണ്ട്, എന്നാലും കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും ഓഡിറ്റിങ്ങും ആണ് വരുന്നത്. ഓക്കെ. പിന്നെ MCom. ഇനി PGയുടെ നോക്കാം കേട്ടോ. PGയുടെ നോക്കുമ്പോൾ ഫസ്റ്റ് ഇയർ നമുക്കൊരു 6 സബ്ജക്റ്റ് കാണുന്നുണ്ട്. ഓക്കെ. അപ്പോൾ 6 സബ്ജക്റ്റ് കോമൺ തന്നെയാണ് എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഉണ്ടാവുന്ന. ലൈക്ക് ഇപ്പോൾ നമ്മൾ BComനൊക്കെ പഠിച്ച സബ്ജക്ട്സ് തന്നെയാണ്. അതിൻ്റെ കുറച്ച് ഇത്തിരി അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളൊരു വേർഷനായിരിക്കും. BComന് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് കൺസെപ്റ്റ് ആൻഡ് ഓർഗനൈസേഷണൽ ബിഹേവിയർ, പിന്നെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഓൺട്രപ്രണർഷിപ്പ് മാനേജ്മെൻറ്റ്, ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് ലോ ആണ് BComന് വരുന്നത്. ഇംഗ്ലീഷിൻ്റെ കാര്യം നോക്കുമ്പോൾ ഫസ്റ്റ് ഇയർ വരുന്നത് അല്ലെങ്കിൽ നമുക്ക് MComൻ്റെ മൊത്തം പറയാം. MComൻ്റെ സെക്കൻഡ് ഇയർ വരുന്നത് മാനേജീരിയൽ ഡിസിഷൻ ആൻഡ് അക്കൗണ്ടിങ്, മർച്ചൻ്റ് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസ്, പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്, ഇ-കൊമേഴ്സ്, ഇൻ്റർനാഷണൽ ട്രേഡ് ആൻഡ് ഫിനാൻസ്. ഇത്രയൊക്കെയാണ് നമുക്ക് MComൻ്റെ സബ്ജക്റ്റ്. ടോട്ടൽ 12 സബ്ജക്റ്റ് വരുന്നുണ്ട് കേട്ടോ MComന്. പിന്നെ MA ഇംഗ്ലീഷ് ഫസ്റ്റ് ഇയർ 6 സബ്ജക്റ്റ് തന്നെയാണ് വരുന്നത്.
British poetry, British drama, British fiction, literary criticism and theory, American literature, Indian writing in English. Second year, new literature in English, principle and methods of teaching of English, basics of journalism, translation theory and practice, linguistics, Shakespeare. അത്ര സബ്ജക്റ്റാണ് MA ഇംഗ്ലീഷിൽ വരുന്നത്. പിന്നെ സോഷ്യോളജി വരുന്നുണ്ട് കേട്ടോ. സോഷ്യോളജിയിൽ നമുക്ക് സോഷ്യോളജിക്കൽ കൺസെപ്റ്റ്സ്, സോഷ്യോളജിക്കൽ തോട്ട്സ്, സോഷ്യൽ റിസർച്ച് മെത്തേഡ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, സോഷ്യോളജി ഓഫ് ഇന്ത്യ, റൂറൽ സോഷ്യോളജി, സോഷ്യൽ മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഇനി സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ സബ്ജക്ട്സ് കുറച്ച് കുറവുണ്ട്. ഒരു 5 സബ്ജക്റ്റാണ് വരുന്നുള്ളൂ. സോഷ്യോളജി ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ, അർബൻ സോഷ്യോളജി, ഇൻഡസ്ട്രിയൽ സോഷ്യോളജി, സോഷ്യോളജി ഓഫ് എഡ്യൂക്കേഷൻ, സോഷ്യോളജി ഓഫ് ഹെൽത്ത്. ഇത്ര സബ്ജക്റ്റാണ് വരുന്നത്. പിന്നെ MA ഹിന്ദിയുടെ ഞാൻ പറയുന്നില്ല. MA ഹിന്ദി പറഞ്ഞ പോലെ അധികം ആരും എന്ന് വെച്ചാൽ ഉണ്ടാവില്ല എന്നല്ല കേട്ടോ, ഉണ്ട്. ബട്ട് നമുക്ക് പിള്ളേരാരും ഇല്ല. MA ഹിന്ദിക്ക് ഇതാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. നിങ്ങൾക്ക് തന്നെയാണ് ഇതിൻ്റെ സബ്ജക്ട്സ് ഒക്കെ അറിയുള്ളൂ. ജസ്റ്റ് ഒന്ന് നോക്കിക്കോ MA ഹിന്ദിക്കാരെ കേട്ടോ. പിന്നെ MBAയുടെ സ്റ്റഡി മെറ്റീരിയൽസ് ആണ്. ഫസ്റ്റ് ഇയർ കോമൺ ആണ്. ഫസ്റ്റ് സെമസ്റ്റർ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഇയറൊക്കെ ഒരുവിധം എല്ലാവർക്കും ഒരുപോലത്തെ സബ്ജക്റ്റ് തന്നെയാണ് വരുന്നത്. 5 സബ്ജക്റ്റാണ് ഉണ്ടാവുക. മാനേജ്മെൻറ്റ് കൺസെപ്റ്റ് ആൻഡ് ഓർഗനൈസേഷണൽ ബിഹേവിയർ, ഇക്കണോമിക്സ് വരുന്നുണ്ട്, അക്കൗണ്ടിങ് ഫോർ മാനേജേഴ്സ് വരുന്നുണ്ട്, ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് ലോ വരുന്നുണ്ട്, റിസർച്ച് മെത്തഡോളജി വരുന്നുണ്ട്. പിന്നെ സെക്കൻഡ് സെമ്മിലും കോമൺ തന്നെയാണ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, HR മാനേജ്മെൻറ്റ്, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, അത് പാർട്ട് 1 പാർട്ട് 2 ഉണ്ട്. സ്ട്രാറ്റജിക്ക് പാർട്ട് 1 പാർട്ട് 2 ഉണ്ട്. പിന്നെ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് പാർട്ട് 1 പാർട്ട് 2 വരുന്നുണ്ട്. പിന്നെ ഇതിൽ MBAൻ്റെ ഓരോ സബ്ജക്ട്സിൻ്റെയും നമുക്ക് വേറെ നോക്കാം കേട്ടോ. അതായത് ഇപ്പോൾ കോമൺ ആയിട്ട് ഡിഫറെൻറ്റ് സ്പെഷ്യലൈസേഷന് വേറെ വേറെയാണ് വരുന്നത്. അത് നമുക്ക് നോക്കാം. MBAയുടെ നോക്കുമ്പോൾ തേർഡ് സെമ്മിൽ മാർക്കറ്റിങ്ങിൽ, തേർഡ് സെമ്മ് ഫോർത്ത് സെമ്മിൻ്റെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ മാർക്കറ്റിങ്ങിൽ വരുന്നത് കൺസ്യൂമർ ബിഹേവിയർ, മാർക്കറ്റിംഗ് റിസർച്ച്, ഇൻഡസ്ട്രിയൽ മാർക്കറ്റിംഗ്, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, റീറ്റെയിൽ മാർക്കറ്റിംഗ്. 5 സബ്ജക്റ്റാണ് തേർഡ് സെമ്മിൽ വരുന്നത്. ഫോർത്ത് സെമ്മിൽ റൂറൽ മാർക്കറ്റിംഗ്, സർവീസ് മാർക്കറ്റിംഗ്, അഡ്വർടൈസിങ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റിംഗ് കഴിഞ്ഞു. ഇനി ഫിനാൻസ് നോക്കാം. ഫിനാൻസിൽ സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ബാങ്കിങ് ആൻഡ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റംസ് വരുന്നുണ്ട്, മെർച്ചൻറ്റ് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് വരുന്നുണ്ട്, പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് വരുന്നുണ്ട്. പിന്നെ ഫിനാൻസിൽ 4ാമത്തെ സെമ്മിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്, ഗ്ലോബൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഇൻ്റർനാഷണൽ ട്രേഡ് ആൻഡ് ഫിനാൻസ്, സെക്യൂരിറ്റി മാർക്കറ്റ് ഓപ്പറേഷൻസ്, ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് വരുന്നത്. ഇനി നമുക്ക് HR-ൻ്റെ നോക്കാം. HR-ൻ്റെ HRD എന്ന് പറഞ്ഞിട്ട് സബ്ജക്റ്റ് വരുന്നുണ്ട്, പെർഫോമൻസ് മാനേജ്മെൻറ്റ് വരുന്നുണ്ട്, നോളജ് മാനേജ്മെൻറ്റ്, ഇൻഡസ്ട്രിയൽ റിലേഷൻസ് മാനേജ്മെൻറ്റ്, എംപ്ലോയി ലെജിസ്ലേഷൻ വരുന്നുണ്ട്. ഇതിൽ ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ചേഞ്ച് തൊട്ടാണ് നമുക്ക് 4ാമത്തെ സെമ്മ് HR തുടങ്ങുന്നത്. പിന്നെ HR അക്കൗണ്ടിങ്, HRA വരുന്നുണ്ട്, കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ്, HRIS അതായത് ഹ്യൂമൻ റിസോഴ്സ് ഇൻഫോർമേറ്റീവ് സിസ്റ്റം, ഗ്ലോബൽ HR പ്രാക്ടീസസ് വരുന്നുണ്ട്. അടുത്തത് നമുക്ക് IBയിൽ ഇൻ്റർനാഷണൽ ബിസിനസ് എൻവയോൺമെൻറ്റ്, മാനേജ്മെൻറ്റ് ഓഫ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്, ഇൻ്റർനാഷണൽ ബിസിനസ് ലോ, ഗ്ലോബൽ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, എക്സിം ഫിനാൻസിങ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ ആണ് വരുന്നത്. ഇതിൽ ഫോർത്ത് സെമ്മിൽ വരുന്നത് ഗ്ലോബൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഫോറിൻ ട്രേഡ് പോളിസി, ക്രോസ് കൾച്ചറൽ ബിസിനസ് മാനേജ്മെൻറ്റ്, ഇൻ്റർനാഷണൽ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ്, ഫോറക്സ് മാനേജ്മെൻറ്റ് ആൻഡ് കറൻസി ഡെറിവേറ്റീവ്സ്. ഇത്രയാണ് വരുന്നത്. പിന്നെ നമുക്കിനി ജനറലും ടൂറിസവും HR-ഉം ഒക്കെയാണ് ബാലൻസ് ഉള്ളത് കേട്ടോ. ഒരുവിധം എല്ലാ സ്പെഷ്യലൈസേഷൻസും ഉണ്ട്, നല്ലോണം ഉണ്ട്. അപ്പോൾ നമ്മൾ പരമാവധി നമുക്ക് വേറെ ഇപ്പോൾ യൂണിവേഴ്സിറ്റീസിലൊന്നും അങ്ങനെ സ്പെഷ്യലൈസേഷൻസ് ഒക്കെ ഭയങ്കര കുറവാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് സ്പെഷ്യലൈസേഷൻസ് ഉള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ തേർഡ് സെമ്മ് ജനറലിൽ ഈ കൺസ്യൂമർ ബിഹേവിയർ, പെർഫോമൻസ് മാനേജ്മെൻറ്റ്, മെർച്ചൻറ്റ് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ്, മാനേജ്മെൻറ്റ് കൺട്രോൾ സിസ്റ്റം, ഓൺട്രപ്രണർഷിപ്പ്,
പിന്നെ ഇതിൽ ടൂറിസത്തിൽ തേർഡ് സെമ്മിൽ ടൂറിസം പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ്, ഗ്ലോബൽ ടൂറിസം ജോഗ്രഫി, ടൂറിസം പ്രോഡക്റ്റ് ഓഫ് ഇന്ത്യ, ഡെസ്റ്റിനേഷൻ പ്ലാനിംഗ് ആൻഡ് മാനേജ്മെൻറ്റ്, ഇക്കോ ടൂറിസം. പിന്നെ അതായത് HM ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ്. ഇതങ്ങനെ HM അങ്ങനെ എല്ലാവർക്കും പഠിക്കാൻ പറ്റില്ല. ഹോസ്പിറ്റൽ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം അത് കാരണം കൊണ്ട് ഞാനങ്ങനെ പറയുന്നില്ല. പിന്നെ OSCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഓപ്പറേഷൻസ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. അത് പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്, ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, മെറ്റീരിയൽസ് ആൻഡ് സ്റ്റോർ മാനേജ്മെൻറ്റ്, IS ഇൻ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. ഇത്രയാണ് തേർഡ് സെമ്മിൽ നേരത്തെ പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് നെക്സ്റ്റ് സെമ്മിൻ്റെ നോക്കാം. ഈ ഒരു സെമസ്റ്ററിൻ്റെ നിങ്ങൾ നോക്കുമ്പോൾ ഫോർത്ത് സെമ്മിൽ നോക്കുമ്പോൾ ജനറലിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് വരുന്നുണ്ട്, സർവീസ് മാർക്കറ്റിംഗ്, IT ആൻഡ് ബിസിനസ്, IB വരുന്നുണ്ട്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട്. ടൂറിസത്തിൽ ഫെയേഴ്സ് ആൻഡ് എയർലൈൻ മാനേജ്മെൻറ്റ്, ട്രാവൽ ഏജൻസി ആൻഡ് യുവർ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്. പിന്നെ വരുന്ന സബ്ജക്റ്റ് ഈവൻറ്റ് മാനേജ്മെൻ്റ് ആണ്. പിന്നെ CRS കസ്റ്റമർ റിലേഷൻഷിപ്പ് സർവീസ് ആൻഡ് മാനേജ്മെൻറ്റ്. പിന്നെ ടൂറിസം. HM നേരത്തെ പറഞ്ഞ പോലെ പറയുന്നില്ല. പിന്നെ നാലാമത്തെ സെമ്മിൽ വരുന്നത് നമ്മുടെ സപ്ലൈ ചെയിനിൻ്റെ ആണ്. പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ഇൻ സപ്ലൈ ചെയിൻ ഓപ്പറേഷൻസ്, ഇന്നോവേഷൻസ് ആൻഡ് RD മാനേജ്മെൻറ്റ്, പ്രൊക്യൂർമെൻറ്റ് ആൻഡ് ക്വാളിറ്റി മാനേജ്മെൻറ്റ്, CRM കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്, ഗ്ലോബൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. ഇതിപ്പോൾ മൊത്തത്തിൽ കേട്ടിട്ട് എല്ലാവരുടെയും കിളി പോയിരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് പേടിക്കാനൊന്നുമില്ല. ജസ്റ്റ് നിങ്ങളിതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്യുക, അല്ലെങ്കിൽ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കിട്ടും. എന്നാലും നമ്മൾ എല്ലാവർക്കും ചിലർക്ക് ഇങ്ങനെ എടുത്ത് ചെയ്യാൻ അറിയാത്ത കാരണം കൊണ്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഇനി വേണ്ടാന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ സിലബസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഓരോ സബ്ജക്റ്റ് വൈസ് ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്തൊന്ന് പറയണം. നിങ്ങൾ കമൻറ്റ് ചെയ്ത് വിളിച്ച് പറയുന്നതിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സ്ക്രീൻ റെക്കോർഡൊക്കെ ചെയ്തിട്ട് സിലബസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടെ അപ്പോൾ നമ്മൾ ഇരുന്ന് പറയണതിനെക്കാട്ടിലും സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ സൗകര്യം ഉണ്ടാവും കേൾക്കാനും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് ബാച്ചിൻ്റെ അഡ്മിഷൻ നമ്മൾ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ്സ് ഒരുമിച്ച് അടയ്ക്കേണ്ട, പേയ്മെൻറ്റ്സ് നമുക്ക് പാർട്ടായിട്ട് അടയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഒറ്റയടിക്ക് നമ്മൾ ലാസ്റ്റ് ഡേറ്റിന് പേയ്മെൻറ്റ്സ് റേസ് ചെയ്യാൻ നിൽക്കണ്ട. അതിന് മുൻപ് മന്ത്ലി ഇത്ര എമൗണ്ട് വെച്ചിട്ട് അടച്ച് തീർക്കാവുന്നതാണ്. MBQ ഒക്കെ അത്യാവശ്യം ഫീസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ കലണ്ടർ ബാച്ചിൻ്റെ അഡ്മിഷൻസ് ഇപ്പോൾ എടുത്തത് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അഡ്മിഷൻ എടുക്കാൻ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പിന്നെ അല്ലാത്തവർക്ക്, അതായത് അഡ്മിഷൻ എടുത്തവർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് കാര്യങ്ങളൊക്കെ വെക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതും ചെയ്യുന്നതായിരിക്കും. എന്തായാലും നമ്മളവിടെ കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ എന്തായാലും ചെയ്യുന്ന കൂട്ടത്തിൽ തീർച്ചയായിട്ടും ചെയ്യും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്